Hey guys, welcome back to my channel Future Eyes. So കേരളത്തിൽ നിന്ന് കുറേ സ്റ്റുഡൻസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കാനഡയിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 6 മാസമായിരിക്കുകയാണ്. അപ്പോൾ 6 മാസത്തിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ആൻഡ് കാനഡയിൽ വരാൻ നേരത്ത് പല ആൾക്കാർക്കും പല ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ മെയിനായിട്ട് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയസിലൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് കാനഡയിൽ ജോലി കിട്ടാൻ പാടാണ്, പാർട്ട് ടൈം കിട്ടാൻ പാടാണ്. പക്ഷേ പല കാര്യങ്ങളും ഫേക്കാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എല്ലാം വിശ്വസിക്കാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പോൾ പാർട്ട് ടൈം കിട്ടുമോ ഇല്ലേ, അത് ഒന്നാമത്തെ ഒരു ഡൗട്ടാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ പാർട്ട് ടൈം നമ്മൾ ശ്രമിക്കുന്നതനുസരിച്ചിരിക്കും ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ ഓരോ പോകുന്ന സ്ഥലം അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഞാനും ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം പേരാണ് ലിൻസേ എന്ന് പറഞ്ഞാൽ ഒണ്ടാരിയോയിലുള്ള പ്രൊവിൻസ് ഒണ്ടാരിയോയിലുള്ള സ്ഥലത്തിൻ്റെ പേരാണ് ലിൻസേ. അപ്പോൾ ഈ ലിൻസേ എന്ന് പറഞ്ഞാൽ ഒള്ളയിലേറ്റ് എനിക്ക് തോന്നുന്നു ഒള്ളയിൽ കുറച്ച് ചെറിയ സ്ഥലമാണ്. ഈ സ്ഥലത്ത് ലൈക്ക് ഒരു ഗ്രാമപ്രദേശവും റിട്ടയർമെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും ഈ സിറ്റി ലൈഫ് നമുക്ക് പറ്റത്തില്ല. ബിൽഡിങ്സൊക്കെ കുറവായിരിക്കും, അതുപോലെ ഓരോ സ്റ്റോർ കുറവായിരിക്കും. അപ്പോൾ ഇപ്പോൾ കടയൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് കുറവ്. അതിനനുസരിച്ചുള്ള ആൾക്കാരവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രമിച്ച് കയറുക, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് 6 മാസമായി. അതിൽ 4 മാസം ഞാൻ ശ്രമിച്ച് ജോലി കിട്ടാൻ, എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞിട്ട് ഒരു ദിവസം പെട്ടെന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി. ലൈക്ക് വെൻഡീസിൽ നിന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി. ഞാനവിടെ പോയി, അങ്ങനെ എനിക്ക് ഒരു ജോലി സെറ്റായി. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇപ്പോൾ ഇതേപോലെ ഇറങ്ങേണ്ടി വരും, റെസ്യൂമേയായിട്ട് നമ്മൾ ഇറങ്ങേണ്ടി വരും. ആദ്യമൊക്കെ ഞാൻ റെസ്യൂമേ കൊണ്ട് വന്നപ്പോൾ ജസ്റ്റ് കടയിൽ പോകുന്നു, റെസ്യൂമേ ഇങ്ങനെ കൊടുക്കുന്നു. ലൈക്ക് ജോലിയുണ്ടോ, ഇസ് ദെയർ എനി ഹയറിംഗ് ചോദിക്കുന്നു. അവർ പറയും ഞാൻ വന്ന ടൈം വിൻ്റർ ആയിരുന്നു. അപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് അവർക്ക് ഒരു എക്സ്ക്യൂസ് പറയാൻ വേണ്ടി അവർക്ക് പറഞ്ഞു ഇതേപോലെ വിൻ്ററാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾക്കാർ കുറവാണ്, അതുകൊണ്ട് ജോലി ഇപ്പോൾ കിട്ടത്തില്ല, നിങ്ങൾ സബ്വർഡ് വാന്ന് പറയും. അങ്ങനെ ഓക്കെ എന്നും പറഞ്ഞ് എൻ്റെ CV ഞാനവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയിട്ട് അവസാനം സമ്മറായപ്പോൾ അവസ്ഥ എന്ന് വെച്ചാൽ സമ്മറിന് പോകുമ്പോൾ പറയും ഇപ്പോൾ അവിടെ ആൾക്കാർ ഹയർ ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് നമ്മളെ ഇതാക്കും. ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോലെ കുറേ ആൾക്കാർ ഇതേ സെയിം ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. ലൈക്ക് വരുന്നു, ജോലി ഉണ്ടോയെന്ന് ചോദിക്കുന്നു, റെസ്യൂമേ കൊടുക്കുന്നു, പോകുന്നു. അപ്പോൾ അവർക്ക് നമ്മളേന്ന് എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റായിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്താൽ നമുക്ക് ഒരു ജോബിനുള്ള ചാൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കടയിൽ പോകുന്നു. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കാര്യം വെച്ചാൽ നമ്മൾ കൈ കൊടുക്കുക. അത് ഇവിടുത്തെ ഒരു ജസ്റ്ററാണ്, ഒരു നല്ലൊരു ജസ്റ്ററാണ്. അതായത് ഷേക്ക് ഹാൻഡ് കൊടുക്കുക, പേരെന്താണെന്ന് ചോദിക്കുക. അപ്പോൾ പേരെന്താണെന്ന് ചോദിക്കുക. പിന്നെ നമ്മളെക്കുറിച്ച് നമ്മളായിട്ട് തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ റെസ്യൂമേ ജസ്റ്റ് കൊണ്ട് ഇങ്ങനെ കൊടുക്കാണ്ട് നമ്മളിവിടെ ഹയറിങ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ അവർ ഇല്ലയെന്ന് പറഞ്ഞാലും നമ്മൾ ആ റെസ്യൂമേ അവരിപ്പോൾ മാനേജറാണെങ്കിൽ നമുക്ക് മാനേജറായിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുക. മാനേജറാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. കാരണം സ്റ്റാഫ് എന്ന് പറയുമ്പോൾ അവർ മാനേജറിലോട് എത്തിക്കാനുള്ള ഒരു ഇത് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാനേജറിനെ മാക്സിമം കാണാൻ നോക്കുക. മാനേജറിനെ കാണുക, നമ്മൾ ആ റെസ്യൂമേ മാനേജറിനെ കൊടുത്തിട്ട് ജസ്റ്റ് കൊടുത്തിട്ട് പോവുകയല്ല ചെയ്യുക. ജസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ അതിൽ എന്താ പറയുക, നമ്മൾ അവൈലബിലിറ്റി ഇന്ന ദിവസമാണ്, ഇപ്പോൾ ലൈക്ക് ഈവനിങ് ഞാൻ ഫ്രീ ആണ്, മോർണിംഗ് ഞാൻ ഫ്രീ ആണ്. അതേപോലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് എന്താ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ എക്സ്പീരിയൻസ് പല ആൾക്കാരും എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് എല്ലാവരും ഫേക്കാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് നമ്മളെ നാട്ടിൽ നമ്മൾ പണിയെടുത്തിട്ടൊന്നുമില്ലല്ലോ. ഇപ്പോൾ 12th കഴിഞ്ഞ് വരുന്ന, ഇപ്പോൾ ഞാനായാലും 12th കഴിഞ്ഞ് വരുന്ന ആൾക്കാരും അവർ വരുന്നേക്കുക. അപ്പോൾ കുറേ ഫേക്ക് നമ്മൾ എക്സ്പീരിയൻസ് വെക്കും. അപ്പോൾ അത് ഫേക്ക് വെക്കണമെങ്കിൽ നമ്മൾ ചുമ്മാ വെച്ചാൽ പോരാ, അതെന്താണെന്നും കൂടെ അറിയണം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടുമെന്ന് വെച്ചാൽ ഒന്നുമില്ല. ലൈക്ക് നമ്മൾ കള്ളനാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ജോലി തരത്തില്ല. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഫേക്ക് വെക്കുമ്പോൾ നമ്മൾ എന്താണ് വെക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന KFC എന്ന് പറയുന്ന സ്റ്റോറിലാണ്. അപ്പോൾ നമുക്ക് ഈ ChatGPT കാര്യങ്ങളൊക്കെ കൊണ്ടുകൊണ്ട് നമുക്ക് നോക്കി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ചിക്കിങ്ങും സ്റ്റാർബക്സും ഒരു 1 year 2 year 1 year വെച്ച് വെക്കുന്നതും കാട്ടി നമ്മൾ എപ്പോഴും എല്ലാം കൂടെ ചേർത്ത് ഒരു 3 year എക്സ്പീരിയൻസ് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ഇപ്പോൾ സ്റ്റാർബക്സിൽ ഇപ്പോൾ 1 year വെച്ചു, ബാർട്ടൻഡറായിട്ട് വെച്ചു, 2 year ചിക്കിങ്ങിൽ വെച്ചു. അപ്പോൾ അവിടെ എന്താ ചെയ്തതെന്നും
നമ്മൾ എന്നാ കെയർ ചെയ്യുന്നു ഒക്കെ നമ്മൾ അങ്ങോട്ട് മാനേജറിനടുത്ത് പറഞ്ഞെടുക്കുക, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെടുക്കുക. അവരൊന്നും ഇങ്ങോട്ടൊന്നും ചോദിക്കത്തില്ല, നമ്മൾ അങ്ങോട്ട് പോകാം. അപ്പോൾ പിന്നെ നമ്മളൊരു ഇൻട്രാക്ഷൻ, നമ്മളെപ്പോഴും നമ്മുടെ മുഖത്ത് നമ്മളൊരു സ്മൈൽ വയ്ക്കും. സ്മൈൽ വെച്ച് കഴിഞ്ഞാലും ഇവിടുത്തെ കടക്കാർ അവർക്കൊക്കെ വേണ്ടത് റെസ്റ്റോറൻറ്റ് ഫീൽഡിലൊക്കെ അവർക്ക് വേണ്ടത് നമ്മളൊരു ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് വേണ്ടത്. നമ്മളിപ്പോൾ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് പോയിട്ട് ജോലിയുണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ പോയി ഓക്കെ അവർ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ത്രില്ലായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊരു ജോലിയുണ്ട്, നമ്മളാരാന്ന് നമ്മളൊന്ന് അറിയിക്കുക. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇത്ര ആക്റ്റീവാണ് എന്നൊന്നും അറിയിച്ചിട്ട് പോവാം. അങ്ങനെ വരപ്പം അവർക്കൊരു ഇത് വരും. ഇപ്പോൾ കമ്പയർ മറ്റേ ആൾക്കാരെ വെച്ച് നോക്കപ്പോൾ ഇവൻ കൊള്ളാം അല്ലെങ്കിൽ ഇവൾ കൊള്ളാം, ഓക്കെ ഇവൾ കുറച്ച് ആക്റ്റീവാണ്, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം നമ്മൾ ആദ്യം അങ്ങനത്തെ ഒരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് ഒരു 70-80% നമുക്ക് ചാൻസ് ഉണ്ട്. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ഇപ്പോൾ പാർട്ട് ടൈം കിട്ടാത്ത, ഇപ്പോൾ ഇവിടെ എൻ്റെ കൂടെ ജാൻ ഇൻടേക്കിൽ വന്ന കുറച്ച് പേരേ ഉള്ളൂ പാർട്ട് ടൈം കിട്ടാത്ത. ബാക്കി മിക്ക ആൾക്കാർക്കും പാർട്ട് ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതേപോലെയാണ്. ചില ആൾക്കാർക്ക് ലക്കിൻ്റെ ബേസിലാണ്, ചിലർക്ക് ഇറങ്ങി പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ജോബ് കിട്ടും. ഇപ്പോൾ പാർട്ട് ടൈമിൻ്റെ കേസിലുള്ള ഡൗട്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളെ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫ്ലെമിംഗ് എന്ന് പറഞ്ഞ കോളേജാണ്, ലിൻഡ്സയിലുള്ള ഫ്ലെമിംഗ്. എനിക്ക് തോന്നുന്നു 3 സ്ഥലത്തുണ്ട്, പീറ്റർബോ, പിന്നെന്താ പറയുക ലിൻഡ്സേ, ടൊറൻറ്റോയിലൊന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ലിൻഡ്സയിലെ സ്ഥലത്തുള്ള ഫ്ലെമിംഗ് കോളേജിലാണ് നിൽക്കുന്നത്, ഫ്രോസ്റ്റ് ക്യാമ്പസ് എന്ന് പറയും. അപ്പോൾ ഫ്ലെമിംഗ് കോളേജ് അടിപൊളി കോളേജൊക്കെയാണ്, കാര്യങ്ങളൊക്കെ സെറ്റാണ്. പക്ഷേ ഇതൊരു എൻവിറോൺമെൻറ്റൽ ബേസ്ഡ് കോളേജ് ആയതുകൊണ്ട് എൻവിറോൺമെൻറ്റ് സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളൊരിക്കലും ഒരു സിറ്റി ലൈഫും പ്രതീക്ഷിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. കാരണം പിന്നെ ഇവിടുത്തെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ, ഈ ലിൻഡ്സയിലെ ട്രാൻസ്പോർട്ടേഷൻ ശോകമാണ്. കാര്യമെന്ന് വെച്ചാൽ അവിടുത്തെ ബസ്സൊക്കെ തന്നെയായാലും പഴയ ബസ്സാണ്, പഴയ രീതികളാണ്. പിന്നെ ഇപ്പോൾ പീറ്റർബോയിൽ നമ്മൾ ഫ്ലെമിംഗിലാണെങ്കിൽ നമുക്കിതേപോലെ ഫ്രീ റൈഡും കാര്യങ്ങളൊക്കെ കിട്ടും. ലൈക്ക് ഫ്രീ റൈഡ് എന്ന് വെച്ചാൽ ഫ്രീ നമുക്ക് എന്താ പറയുക ട്രാൻസിറ്റ് എന്ന് വെച്ചാൽ നമ്മളെ ബസ് നമുക്ക് അവിടെ ട്രാവൽ നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഫ്ലെമിംഗിൽ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ലിൻഡ്സയിലായതുകൊണ്ട് നമുക്ക് ഫ്രീ ഇല്ല. നമുക്ക് ഒരു മാസം നമുക്ക് സ്റ്റുഡൻസിന് ഇവിടെ ഏകദേശം 60 CAD നമുക്ക് പെർ മന്തിലാവും, എക്സ്പെൻസ് ആവും. അപ്പോൾ 60 CAD നമ്മൾ മാസം കൊടുത്ത് പോകുന്ന ആലോചിക്കുമ്പോൾ നമ്മൾ മിക്ക ആൾക്കാർ സൈക്കിൾ വാങ്ങും. അപ്പോൾ സൈക്കിൾ നമുക്ക് ആദ്യം ഒരു 60 അല്ലെങ്കിൽ ഒരു 70 CAD നമുക്ക് സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ കിട്ടും. ഇപ്പം ഞാൻ ഇവിടെ വന്നിറങ്ങി എനിക്ക് എന്താ പറയുക ഡിസംബർ 25 ഞാൻ ഇവിടെ എത്തിയത്. 2023 ഡിസംബർ 25 ആൻഡ് 27 തന്നെ ഞാൻ പോയി സൈക്കിൾ എടുത്തു. കാരണം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു സ്റ്റോറിൽ ലൈക്ക് അന്ന് എന്തൊരു ഓഫർ ഉണ്ടായിരുന്നു, ബോക്സിങ് ഓഫർ എന്നും പറഞ്ഞിട്ടൊരു ഓഫർ ഉണ്ടായിരുന്നു. അന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. അന്ന് ഇവിടെ മിക്ക കടയിൽ 50% ഓഫർ, 70% ഓഫർ എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്ക് എൻ്റെ സൈക്കിൾ എനിക്ക് എത്ര 75 CAD സൈക്കിൾ എനിക്കൊരു 34 CAD കിട്ടി. അപ്പോൾ അതൊരു വലിയൊരു ഡിസ്കൗണ്ട് ആയിരുന്നു. ഞാൻ അന്ന് നോക്കിയില്ല, അപ്പോഴേ സൈക്കിൾ എടുത്തു. പിന്നെ അതിലായിരുന്നു എൻ്റെ യാത്രയെല്ലാം. ഡിസംബർ തൊട്ട് എന്താ പറയുക ജനുവരി ലാസ്റ്റ് വരെ ഓടിച്ചു. പക്ഷെ ഡിസംബറിൽ നമുക്ക് വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു. ജനുവരിയൊക്കെ ആയപ്പോൾ തന്നെ നല്ല അടിപൊളി വിൻ്ററായി. കാരണം സൈക്കിൾ നമുക്ക് വിൻ്ററിൽ ചവിട്ടിക്കഴിഞ്ഞാൽ സ്ലിപ്പായി കഴിഞ്ഞാൽ വീഴും. അപ്പോൾ സൂക്ഷിച്ച് ചവിട്ടില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ആരും സൈക്കിൾ നമ്മൾ വിൻ്ററിൽ ഓടിക്കാറില്ല. ആ ടൈമിൽ നമ്മൾ എങ്ങനെ പോയാലും നമ്മൾ ബസ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ മാക്സിമം പിടിച്ച് ജനുവരി ലാസ്റ്റ് വരെ ഞാൻ സൈക്കിൾ ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ബസ് എടുക്കേണ്ടി വന്നു. കാരണം എടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല, നമ്മൾ സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ ഞാൻ ബസ് എടുത്തു. 60 CAD കൊടുത്തു, ബസ് എടുത്തു. ഫെബ്രുവരി ലാസ്റ്റ് വരെ പോയി. പിന്നെ മാർച്ച് ആയ ടൈമിൽ ഞാൻ എൻ്റെ സൈക്കിൾ തിരിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങി. കാരണം മാർച്ചൊക്കെ ആയപ്പം വിൻ്റർ ഉണ്ട്, എന്നാലും കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വിൻ്റർ പഴയ വിൻ്ററിനെയും കാട്ടി കുറവായിരുന്നു എന്നാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞത്. എനിക്കതിനെ കുറിച്ച് അറിയില്ല, പക്ഷേ കുറവായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് നല്ല വിൻ്റർ തന്നെയായിരുന്നു. നല്ല തണുപ്പാണ്, നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല. ചൂട് നമുക്ക് പിന്നെയും സഹിക്കാം, പക്ഷേ വിൻ്റർ നമുക്ക് ആ രീതിയിൽ നമുക്ക് സഹിക്കാനേ പറ്റത്തില്ല. രണ്ട് രീതിയാണ്. അപ്പോൾ
വിൻ്ററിനുള്ള നമ്മളെ ജാക്കറ്റോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയാണ് നമ്മളെ എന്താ പറയുക ട്രാൻസ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് കാര്യം. ഇപ്പോൾ നമ്മളെ കോളേജ് ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ ഒരു എൻവിറോൺമെൻറ്റ് പ്ലേസിലാണ്. അപ്പം പക്ഷേ ഇവിടുത്തെ ഓരോ രീതികളെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ മിക്കതും എന്താ പറയുക പ്രാക്ടിക്കൽ കുറവാണ്, തിയററ്റിക്കലാണ് കൂടുതലും. പക്ഷേ ഇവിടെ പ്രാക്ടിക്കലാണ് കൂടുതലും, തിയററ്റിക്കൽ കുറവുമാണ്. ഇപ്പോൾ ഞാനിവിടെ കോളേജിൽ വന്നപ്പോൾ എൻ്റെ ഇപ്പം ഞാനിപ്പോൾ സെക്കൻഡ് സെമ്മിലാണ് നിൽക്കുന്നത്. സെക്കൻഡ് സെമ്മ് പകുതിയായി. ഫസ്റ്റ് സെമ്മിൽ എനിക്ക് ഉണ്ടായതെന്ന് വെച്ചാൽ എന്താ പറയുക നമുക്ക് എല്ലാവർക്കും കോമൺ സെമ്മായിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ എൻവിറോൺമെൻറ്റ് ടെക്നീഷ്യൻ എടുത്താണ് ഇവിടെ വന്നത്. പല ആൾക്കാരുണ്ട്. ഇപ്പോൾ എന്താ പറയുക ELM പല കോഴ്സുണ്ട്, AWS. അപ്പോൾ AWS ഒരു വേറെ സെപ്പറേറ്റ് കോഴ്സാണ്, കാരണം അത് PG ഡിപ്ലോമ കോഴ്സാണ്. അതൊരു 1 ഇയർ കോഴ്സാണ്. ഞാനിപ്പോൾ 2 ഇയർ കോഴ്സ് എടുത്തിട്ടാണ് ഇവിടെ വന്നത്. അതേപോലെ എൻ്റെ ഫ്രണ്ട്സ് 2 ഇയർ കോഴ്സ് എടുത്ത് വന്നത്. അപ്പോൾ പല കോഴ്സ് എടുത്ത് വന്ന ആൾക്കാരൊക്കെ ഫസ്റ്റ് സെമ്മ് ഏത് കോഴ്സ് എടുത്ത് വന്നാലും എല്ലാവർക്കും മിക്സ് ആയിരിക്കും, എല്ലാവർക്കും സെയിം ആയിരിക്കും. കാരണം ഇവിടുത്തെ ഒരു രീതി എന്ന് വെച്ചാൽ കോമൺ സെമ്മിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഏത് ഇതിലോട്ട് മാറണമെന്ന്. ഇപ്പം ഞാൻ എൻവിറോൺമെൻറ്റ് ടെക്നീഷ്യൻ വന്നു, അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റിയ സംഭവമല്ല. അപ്പോൾ സെക്കൻഡ് സെമ്മിൽ ഞാൻ എന്താ ചെയ്തത്, ഡ്രില്ലിങ്ങിലോട്ട് മാറി. RDB എന്ന് പറയും, റിസോഴ്സ് ഡ്രില്ലിംഗ് ആൻഡ് ബ്ലാസ്റ്റിംഗ് എന്ന് പറയുന്ന കോഴ്സിലോട്ട് ഞാൻ മാറി. കാരണം എനിക്ക് തോന്നി അതാണ് എനിക്ക് സ്യൂട്ടായിട്ട് വരുന്നത്, എനിക്ക് ആ കോഴ്സാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ അങ്ങോട്ട് മാറി. കാരണം നമുക്ക് അങ്ങനെ ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് സെമ്മിൽ ആ കോഴ്സിലോട്ട് മാറി. ആ കോഴ്സ് അത്യാവശ്യം നൈസാണ്. ലൈക്ക് ഡ്രില്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിനായിട്ട് PR കിട്ടാനുള്ള ചാൻസ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സ്കിൽഡ് ഇപ്പോൾ പുതിയ നിയമങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ അതിൽ പറയുന്നുണ്ടായിരുന്നു സ്കിൽഡ് ജോബിനാണ് PR കുറച്ചും കൂടെ ചാൻസ് ഉണ്ട്. ഈ PR എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് പോയിൻറ്റ്സാണ്, ഓരോ പ്രൊവിൻസ് അനുസരിച്ചുള്ള പോയിൻറ്റ്സാണ്. ഇപ്പോൾ ഒണ്ടാരിയോയിലാണെങ്കിൽ ഒരു 530 പോയിൻറ്റ്സ് വേണം. ഇപ്പോൾ പല സ്ഥലത്ത്, ഇപ്പോൾ അൽബർട്ട അവിടെ 380 അങ്ങനെ സംതിങ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒണ്ടാരിയോയിൽ 500 സംതിങ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ സ്കിൽസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഓരോ എന്താ പറയുക പോയിൻറ്റ്സ് കിട്ടും. ഇപ്പോൾ സ്കിൽഡ് ജോബ് എടുത്തുകൊണ്ട് തന്നെ അതിൽ പോയിൻറ്റ്സ് കൂടുതലെന്നാണ് പറയുന്നത്. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു ജോലിയാണ് ഈ ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതെല്ലാം വെച്ച് നോക്കിയപ്പോൾ വൈ നോട്ട് അങ്ങോട്ടങ്ങ് ചാടി, ഡ്രില്ലിങ്ങിലോട്ട് ചാടാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല എനിക്ക് ആ കോഴ്സ് ഇഷ്ടപ്പെട്ട് തുടങ്ങുകയും ചെയ്തു. ഞാൻ ഇപ്പോൾ സെക്കൻഡ് സെമ്മും പകുതി വരെ ഞാൻ ഇപ്പോൾ അതിലായിരുന്നു. അടിപൊളി കോഴ്സ്, ഒന്നും പറയല്ല, എനിക്കിഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ആദ്യമേ ഇവിടെ ഞാൻ എൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ കാര്യം ഞാൻ പറയാം. ഡ്രില്ലിങ്ങിലോട്ട് കയറി ഫസ്റ്റ് ക്ലാസ് തന്നെ എൻ്റെ എന്താ പറയുക മെഷീനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. മെഷീൻ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മളെ ജോയ്സ്റ്റിക്സ് ഉണ്ടല്ലോ, നമ്മളെ ടോയ് കാരൊക്കെ ഓടിക്കുന്നതിനൊക്കെയുള്ള ജോയ്സ്റ്റിക്സ് ഉണ്ടല്ലോ, അതേപോലെ കുറച്ചും കൂടെ ഒരു വലിയ ജോയ്സ്റ്റിക്കും. നമ്മളെ ടോയ് കാറല്ല, മെഷീൻ കുറച്ച് വലിയ മെഷീനാണ്. ഇപ്പോൾ ഡ്രില്ല് ചെയ്യുന്ന മെഷീൻസ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ BT87 അങ്ങനെ പല മെഷീൻസ് ഉണ്ട്. ഇപ്പോൾ ഡ്രില്ലിങ്ങിലുള്ള ആൾക്കാർക്ക് അത് അറിയാൻ പറ്റും. അതേപോലെ അങ്ങനത്തെ കുറച്ച് വലിയ ഈ ഓഗറൊക്കെ ഉള്ള ഒരു മെഷീനാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫസ്റ്റ് ക്ലാസ് തന്നെ നമ്മളെ പ്രൊഫസർ പുള്ളിക്കാരെന്ന് വെച്ചാൽ അതേപോലെ എന്താ പറയുക ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളാണ്. ഇപ്പം എക്സ്പീരിയൻസ് ഉള്ള ആളെന്ന് പറയുമ്പോൾ അവരിപ്പോൾ എന്താ പറയുക ഒരു 30 വർഷം അല്ലെങ്കിൽ 40 വർഷം ഇപ്പോൾ ഇവിടുന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് 30 വർഷം നമ്മൾ വെളിയിൽ പോയിട്ട് അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും. അവർ ജോബൊക്കെ ചെയ്ത് എന്നിട്ട് പ്രൊഫസറായിട്ടാണ് തിരിച്ച് ഈ കോളേജിലോട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് വലിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ പുള്ളിക്കാരൊക്കെ പറയും ബുക്കൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് ജോയ്സ്റ്റിക്ക് തരാം, നിങ്ങൾ ഉപയോഗിച്ചോ എന്ന് പറയും. അപ്പോൾ നമ്മളതിലെല്ലാം ഇങ്ങനെ ഉപയോഗിച്ച് നമ്മളതിനെ അങ്ങ് പഠിക്കുക ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ തിയറിയൊക്കെ എടുത്ത് നമ്മൾ ഇതാണ് ഇത് ഈ പൈപ്പാണെന്നും പറഞ്ഞ് നമ്മൾ പടവും വരച്ച് പഠിക്കുകയല്ല ഇവിടുത്തെ പരിപാടി. നമ്മളിവിടെ നേരെ കയറുക, ചെയ്ത് പഠിക്കുക. ആദ്യത്തെ ക്ലാസ് തന്നെ എന്താ പറയുക BT87 മെഷീനൊക്കെ എടുത്ത് ഓട്ടിച്ചു, നൈസായിരുന്നു. അതൊക്കെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ പല മെഷീൻസും ഉണ്ട്, പല രീതിയിലും പല എക്സ്പീരിയൻസ് പല മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പോലെ തന്നെ നൈസാണ്.